ഡി ധനസുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുമോദ്, എന്തായാലും ഷൗക്കത്തിന്റെ പേര് ഖാർഗെയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇനി അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ മുന്നിൽ ഇപ്പോൾ ഷൗക്കത്തിന്റെ പേര് എത്തിയിരിക്കുകയാണ്. KPCCയിൽ നിന്നും ഒറ്റ പേരായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ദേശീയ നേതൃത്വം KPCCയോട് ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ സമയം ദീർഘിപ്പിക്കാതെ തീരുമാനമെടുക്കാൻ ഒറ്റ പേര് മതി എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് KPCC ഏറ്റവും ഒടുവിൽ ഒറ്റ പേര് എന്ന തരത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതേസമയം മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഇവിടെ കർണാടകത്തിലാണ്, ബാംഗ്ലൂരിലാണ് ഉള്ളത്. അതുകൊണ്ടുള്ള ഒരു ചെറിയ സമയം നീണ്ടുപോകുന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കന്മാർ അവർ ഇപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ ഈ പേര് അംഗീകരിക്കുന്നതോടുകൂടി തന്നെ ഇത് KC വേണുഗോപാലിന്റെ മുന്നിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹം ഇനി റിലീസാക്കി പുറത്തിറക്കുന്ന ഒരു സമയം മാത്രമാണുള്ളത്. ഏതായാലും ഇതെല്ലാം ഈ ചടങ്ങുകൾക്കെല്ലാം ഒരു പരമാവധി ഒരു അരമണിക്കൂർ സമയം മാത്രം അവശേഷിക്കുന്നത്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മല്ലികാർജ്ജുന ഖാർഗെയും KPCC നേതൃത്വത്തോട് പറഞ്ഞിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടിയാൽ മാത്രമാണ് ജനങ്ങൾക്ക് കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരിക എന്നുള്ള ഒരു വിശ്വാസമുണ്ടാകുക. അതുകൊണ്ട് അത്രമേൽ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ഒറ്റ പേര് എന്ന തരത്തിലേക്ക്, അതും വിജയസാധ്യതയുള്ള പേര്, എല്ലാവിധ സമുദായിക ഒരു കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയതിനു ശേഷം PCC തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PCCയെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫിന്റെ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ടാസ്കാണിത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ, ഒരു തരത്തിലുള്ള ഒരു വീഴ്ചകൾക്കും ഒരു ദൗർബല്യങ്ങൾക്കും ഇടയില്ലാതെ ഒരു കൃത്യമായ ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ PV അൻവർ നടത്തുന്ന ഒരു സമ്മർദ്ദങ്ങൾക്കുള്ളിൽ കീഴടങ്ങേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പേര് ഒറ്റ പേരായി, അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരായിക്ക് തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ മുന്നിലേക്ക് ഈ കത്ത് എത്തിയിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ നിലമ്പൂരിൽ ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകും ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി. അതിൽ ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ വരേണ്ടതുള്ളൂ. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുന്നിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും ഖാർഗെ അതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്.